കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി ഉപരോധിച്ചു. വെള്ളാരംകുത്തിൽ കാട്ടുകൊമ്പൻ പടക്കം കടിച്ച് ചരിഞ്ഞ സംഭവത്തിൽ കർഷകനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആയിരുന്നു സമരം. പൊട്ടനാനിയിൽ ശശിയെ ഞായറാഴ്ചയാണ് വനവകുപ്പ് അറസ്റ്റ് ചെയ്തത്. വെള്ളാരംകുത്തിലെ കൃഷിയിടത്തിൽ ഒരാഴ്ച മുമ്പ് കാട്ടുകൊമ്പൻ ചെരിഞ്ഞിരുന്നു. പടക്കം കടിച്ചുണ്ടായ പരിക്കായിരുന്നു കാരണം. പടക്കം വച്ചതിൻ്റെ പേരിൽ കൃഷിസ്ഥലത്തിൻ്റെ ഉടമയായ പൊട്ടനാനിക്കൽ ശശിയെ ഞായറാഴ്ച വനംവകുപ്പ് അറസ്റ്റ് ചെയ്തതിലാണ് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചത്. ജനപ്രതിനിധികളും നേതാക്കളും പങ്കെടുത്തു. ഉപരോധത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് നിർവഹിച്ചു. ഷിബു തെക്കുംപുറം, വി ജോണി, ഡെയ്സി ജോയി, MK രാമചന്ദ്രൻ, റോബിൻ സാബു, കാന്തി വെള്ളക്കയ്യൻ, അരുൺ ചന്ദ്രൻ, ബിൻസി മോഹൻ, ചിഞ്ചു എബ്രഹാം, സിജുമോൻ ഫ്രാൻസിസ്, ജോഷി പൊട്ടക്കൽ, KA സിബി തുടങ്ങിയവർ പ്രസംഗിച്ചു. മനുഷ്യൻ വേദനിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കാതെ അവരെ ഏറ്റവും ക്രൂരതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ഇനിയും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ ജനങ്ങൾ ഉപദ്രവിച്ചാൽ ജനം വെറുതെ ഇരിക്കില്ല. അത് കട്ടായമാണ്. കാരണം ജനം മടുത്തു. ജനത്തിനോട് ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ. അവർക്ക് അവകാശങ്ങൾ വേണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മനസ്സിലാക്കുക. അത് ഗവൺമെന്റിനോട് നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് ആവശ്യമായ അവകാശങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സംരക്ഷണം ഞങ്ങൾക്ക് നൽകണം. ഇല്ല എങ്കിൽ ഇനി ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ചെറുതോ വലുതുമായ കാട്ടുമൃഗങ്ങൾ വന്നാൽ ജനം അതിനെ ജനത്തെ ഉപദ്രവിച്ചാൽ ജനം ഒരിക്കലും വെറുതെ ഇരിക്കില്ല. വന്യമൃഗങ്ങളെ കാട്ടിൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട വനംവകുപ്പ് നാട്ടിലെ കൃഷിയിടത്തിലുണ്ടായ അപകടത്തിന്റെ പേരിൽ കർഷകനെ ജയിലിൽ അടച്ചത് നീതിയല്ലെന്ന് സർവകക്ഷിയോഗം ആരോപിച്ചിരുന്നു. കർഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. GTV ന്യൂസ്, കുട്ടമ്പുഴ.